പുത്തനത്താണി MES സെൻട്രൽ സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ മോണ്ടിസോറി കുരുന്നുകളുടെ കിഡ്സ് കാർണിവൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. കേരള സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ U ഷറഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടി. മുൻകാല ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും നിലവിലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനുമായ U ഷറഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണ് കായിക മേഖല. പലപ്പോഴും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സാധ്യതകളും പലർക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് കൊണ്ടും കായിക മേഖല പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. MES പോലെയുള്ള ശക്തമായ ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഇഷ്ടം തന്നെ അവരുടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കായിക മേഖലയ്ക്ക് അതിൻ്റേതായ പരിഗണനയും അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, MES പ്രസ്ഥാനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കോളേജ് വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം തുടങ്ങി വലിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും മേഖലയാണ്. അതിൽ വ്യത്യസ്തമായി കലാ, കായിക, സാംസ്കാരിക രംഗത്തും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, കായിക രംഗത്ത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് MES പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്നൊരു വലിയ സന്തോഷമാണ്. കേരളത്തിൻ്റെ കായിക മേഖലയൊക്കെ വികസിക്കണം, അർഹിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മാത്രം പോരാ എന്നൊരു തിരിച്ചറിവ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി പ്രോത്സാഹനം കൊടുത്തെങ്കിൽ മാത്രമേ കേരളം കായിക മേഖലയിലെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജോയിന്റ് കമ്മീഷണർ K അബ്ദുൽ ലത്തീഫ് വിശിഷ്ടാതിഥിയായി. വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പോർട്സ് കുട്ടികളിൽ, പ്രത്യേകിച്ച് ഇവിടെ കാസിം സാർ എന്നോട് പറയുമായിരുന്നു, ഈ പ്രോഗ്രാം എല്ലാം ഗ്രൂപ്പ് ഐറ്റമാണ്. ഇത് കുട്ടികളിൽ ഒരു ടീം വർക്ക് ഉണ്ടാക്കും, അവർ ഡിസിപ്ലിൻ ഉണ്ടാക്കും. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ ടീമായി അവർ ഓരോ ഇവൻ്റ് അവതരിപ്പിക്കുന്നു. പിന്നെ അത് മറ്റ് സ്കൂളുകളിൽ ഹയർ ലെവലിൽ അവർ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പുത്തനത്താണി MES, ഞാൻ MESുമായിട്ട് വളരെ ക്ലോസ് അസോസിയേഷനുള്ള ഒരാളായതുകൊണ്ടും എനിക്കറിയാം, കേരളത്തിൽ തന്നെ മോണ്ടിസോറി സിസ്റ്റം ആദ്യമായി ആരംഭിക്കുന്നത് MES സ്കൂളുകളിലാണ്. ഇന്ന് MES സ്കൂളുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ മോണ്ടിസോറി സിസ്റ്റമാണ്. കുട്ടികൾക്ക് വളരെ പ്രയാസമില്ലാതെ, നമ്മൾ പറഞ്ഞ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പോലെ അവരവരുടെ പ്രവൃത്തിയിലൂടെ ഒരു പ്രത്യേക ക്ലാസ് അന്തരീക്ഷത്തിൽ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് മോണ്ടിസോറി. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു ആഡ് ഓൺ സംഭവമായിട്ടാണ് തോന്നുന്നത് മോണ്ടിസോറിയിലെ. കാരണം അത്രയും രസകരമായി കുട്ടികൾ അവർ രക്ഷിതാക്കളുടെ മുമ്പിലിരുന്ന് ടീം വർക്കായി ഇത്തരം പരിപാടികൾ, എനിക്കുള്ള ജീവിതത്തിലെ അവരുടെ ഏറ്റവും ഒരു മനോഹരമായ നിമിഷമായിരിക്കും ഇത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകാൻ ഉള്ള ഒരു വേദി കൂടിയാണ് ഇത്തരം കായിക ഇനങ്ങൾ. MES നേതാക്കൾ, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, PTMA അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ഭാഗമായി. സഹോദയ മെഡൽ ജേതാക്കളായ സ്കൂളിലെ സ്പോർട്സ് താരങ്ങൾ ദീപശിഖ തെളിയിച്ചതോടെയാണ് കായിക മത്സരങ്ങളുടെ അരങ്ങ് ഉണർന്നത്. സ്കൂൾ ബാൻഡ് ടീമിൻ്റെ അകമ്പടിയോടെയുള്ള വിവിധ ടീമുകളുടെ മാർച്ച് പാസ്റ്റ് പരിപാടിക്ക് മിഴിവേകി. സീനിയർ വിദ്യാർത്ഥികളുടെ സൂംബ ഡാൻസും നടന്നു. മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും രക്ഷിതാക്കൾ തന്നെ സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.